നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. മേതിൽ രാധാകൃഷ്ണൻ, പേജ് നമ്പർ 76 ടെക്സ്റ്റിൽ മേതിൽ രാധാകൃഷ്ണന്റെ വർക്കാണ് പൈതഗോറസ്. ഇയാളുടെ ഒരു റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ്. അയാളൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിലാണ് കഥകളൊക്കെ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് വർക്ക്സ് എന്ന് പറയുന്നത് സൂര്യവംശം, പിന്നെന്താണ് ഹിച്ച് ഹോക്കിന്റെ പ്രേമഗാനം, പെൻഗ്വിൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വർക്ക്സ് എന്ന് പറയുന്നത്. പൈതഗോറസ് എന്നുള്ള സ്റ്റോറി എന്ന് പറയുന്നത് സജി മാത്യു ആണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട്. ഓക്കെ, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. വളരെ സിമ്പിൾ ആണ്, പക്ഷേ എന്നാൽ കുറച്ച് എന്താ പറയുക ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു എലിമെന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത് ലവ് ആൻഡ് റിവെഞ്ച്, അല്ലെങ്കിൽ ബിട്രയൽ ഇൻ ലവ് ആൻഡ് റിവെഞ്ച് എന്ന് പറയാം. ചതി, ലവിലുള്ള ബിട്രയലും പിന്നെ അതിന്റെ പകപോക്കും റിവെഞ്ചും. സോ ഇതാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറന്നു പോകരുത്, ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോയിരിക്കുന്ന നറേറ്റീവ് ടെക്നിക് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. അതിനൊരു 4 സ്ട്രക്ചറാണുള്ളത്. ഈ ഒരു സ്റ്റോറിയുടെ നറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 ലെയേർഡ് ആണ്. ഓരോ ലെയർ എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടേണിംഗ് പോയിന്റിലോട്ട് നമ്മൾ ഓരോ പാരഗ്രാഫിലോട്ട് എത്തുമ്പോഴും ഓരോ ടേണിംഗ് പോയിന്റ്സ് ആണ്. ഓരോ ലെയർ നമുക്ക് കഥയുടെ മനസ്സിലാവും. ഇതൊരു ഫേമസ് പൈതഗോറിയൻ തിയറം പോലാണ് ഈ ഒരു നോവൽ, ഈ ഒരു ഷോർട്ട് സ്റ്റോറി. പൈതഗോറിയൻ തിയറം അറിയാലോ, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലുള്ള ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈതഗോറസ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഗ്രീക്ക് അണ്ടർവേൾഡിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഗെയിം ആയിരുന്നു. അണ്ടർവേൾഡിൽ ഗുണ്ടകളെല്ലാം കൂടെ യൂസ് ചെയ്തിരുന്ന ഒരു ഗെയിം ആയിരുന്നു പൈതഗോറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കാർഡ് ഗെയിമും കൂടിയാണ് പൈതഗോറസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ട്വിസ്റ്റ് ഉള്ളൊരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഈ ഗെയിം എന്ന് പറയുന്നതും ട്വിസ്റ്റ് ഉള്ളതാണ്. സോ 2 സെൻട്രൽ ക്യാരക്ടേഴ്സാണുള്ളത് നമുക്ക്, മന്ദാകിനിയും ഇക്ബാലും. പിന്നെ മന്ദാകിനിയുടെ ഒരു അൺനെയിംഡ് ലവറും ഉണ്ട്. ഇവർ 3 പേരുമാണ് ഇതിനകത്ത് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേജ് നമ്പർ 77 സെക്കൻഡ് പാരഗ്രാഫിനകത്ത് ഒരുപാട് ക്ലൂസും സജഷൻസും ഉണ്ട്. നമ്മൾ റീഡേഴ്സ് വേണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ. നമ്മൾ ഫുൾ വായിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒന്നുകൂടെ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഹിഡൻ ആയിട്ടുള്ള കുറേ ക്ലൂസ് ഉണ്ട്, ഗ്യാപ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റീഡറിന്റെ ജോലി ഈ ഒരു സ്റ്റോറി വായിച്ചതിന് ശേഷം. ഇപ്പോൾ കുറച്ച് മിസ് പറഞ്ഞ പോലെ ഒരിച്ചിരി തലതെറിച്ച സ്റ്റോറിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മേതിൽ രാധാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ, ഇതൊരു എക്സ്പെരിമെന്റൽ ഷോർട്ട് സ്റ്റോറിയാണ്. അത് മറന്നു പോകരുത്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീഡേഴ്സ് വേണം തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യാൻ കഥ എന്താണ്, ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു, ക്ലൂസ് ഒക്കെ നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പ്ലോട്ടോ ക്യാരക്ടേഴ്സിന്റെ ആക്ഷൻസോ ഒന്നും റൈറ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. അപ്പം പൈതഗോറസ് എന്താണ്? ഒരു കാർഡ് ഗെയിമാണ്. ഏൻഷ്യന്റ് ഗ്രീസിൽ അണ്ടർവേൾഡിൽ കളിച്ചിരുന്ന ഒരു കാർഡ് ഗെയിമാണ്, അല്ലെങ്കിൽ ഒരു ഗെയിമാണെന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് നറേറ്റർ എന്ന് പറയുന്നത് മാത്യൂസ് ആണ്. പിന്നെ ഇതിനകത്ത് സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് മന്ദാകിനി. അപ്പോൾ ഇവർ 3 പേരുടെ മന്ദാകിനിയും ഇക്ബാലും മാത്യൂസും കൂടിയാണ് കാർഡ് ഗെയിം ആയിട്ടുള്ള പൈതഗോറസ് കളിക്കുന്നത്. പിന്നെ അടുത്ത നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിയിലോട്ട് പോകാതെ മിസ് പറഞ്ഞ പോലെ മന്ദാകിനി ഒരു എക്സ്പെരിമെന്റൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞ് തന്നെ തുടങ്ങണം. അതിന്റെ നറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 ലെയർഡ് സ്ട്രക്ചറാണ്. ബിട്രയലിനെ കുറിച്ചും റിവെഞ്ചിനെ കുറിച്ചുമാണ് ഇതിനകത്ത് പറയുന്നത്. സോ പൈതഗോറസ് എന്ന കാർഡ് ഗെയിം കളിക്കുവാണ് മന്ദാകിനിയും മാത്യൂസും ഇക്ബാലും. അപ്പോൾ അവരെ മന്ദാകിനിയുടെ സെക്കൻഡ് ഹൗസിൽ വെച്ചാണ് ഇവരെല്ലാം മീറ്റ് ചെയ്യുന്നതും കാർഡ് ഗെയിം കളിക്കുന്നതും. അതൊരു സ്ട്രേഞ്ച് കാർഡ് ഗെയിമാണ്. ഒരു ദിവസം ഇക്ബാൽ ഗെയിം കളിക്കാൻ വേണ്ടി സമയത്തിനെത്താൻ പറ്റിയില്ല ഇക്ബാലിന്. ഒരുപാട് ലോങ് വെയിറ്റിന് ശേഷം ഇയാളുടെ ഫുഡ് സ്റ്റെപ്സ് കേട്ടു വുഡൻ സ്റ്റെയേഴ്സിൽ മന്ദാകിനിയുടെ വീട്ടിൽ. ആൻഡ് വേറൊരു അപ്പിയറൻസ്, അതായത് ഇക്ബാലിന്റെ പുറകെ വേറൊരു ഫിഗറും കൂടി വന്നു, ഒരാളും കൂടി വന്നു. അയാൾ എന്ത് ചെയ്തു? ഇവരുടെ കൺമുമ്പിൽ വെച്ച് താഴോട്ട് മലനടിച്ചെന്ന് വീണു. നമ്മുടെ ഇക്ബാലിനെ ഫോളോ ചെയ്ത് മന്ദാകിനിയുടെ സെക്കൻഡ് ഹൗസിൽ മന്ദാകിനിയും മറ്റേ ആളും കൂടെ ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കുക, മാത്യൂസും കൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്ബാൽ ലേറ്റ് ആയിട്ട് വന്നു. ഇക്ബാലിനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഉണ്ട് ഇക്ബാലിന്റെ പുറകെ ഒരു ഫോളോവർ വന്നിട്ട്, ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് അവിടെ കടന്ന് മലനടിച്ചങ്ങ് വീണു, മരിച്ചു. മാത്യൂസ് എന്ത് ചെയ്തു? ഓടിപ്പോയി ബോഡിയുടെ അടുത്തോട്ട്. ആൻഡ് മന്ദാകിനിയുടെ അടുത്ത് പറഞ്ഞു ഫാമിലി ഡോക്ടറിനെ വിളിക്കാൻ. ഇക്ബാലിന്റെ സെൻസ് ഓക്കെ ദെൻ സോറി ഇക്ബാലാണ് മറിഞ്ഞു വീണത് കേട്ടോ. ആരും ഇക്ബാലിനെ ഫോളോ ചെയ്തതല്ല, ഇക്ബാൽ മറിഞ്ഞടിച്ച് അവിടെ വീണു. അപ്പോൾ ഇക്ബാലിന്റെ പൾസ് ആര് നോക്കുവാണ്? നമ്മുടെ മാത്യൂസ് നോക്കുവാണ്. അപ്പോൾ ഇക്ബാൽ ശരിക്കും പറഞ്ഞാൽ മരിച്ചു പോയി എന്ന് ആർക്ക് മനസ്സിലായി? മാത്യൂസിന് മനസ്സിലായി. അതായത് ഇക്ബാലിന്റെ കുറേ ഫുഡ് സ്റ്റെപ്സ് കേട്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഇക്ബാലിന്റെ സോൾ, അതായത് ആത്മാവ് പോകുന്ന പോലെയാണ് ആർക്ക് തോന്നിയത്? നമ്മുടെ മാത്യൂസിന് തോന്നിയത്. മാത്യൂസ് എന്തായാലും പൾസ് നോക്കിയപ്പോൾ ഇക്ബാൽ മരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇക്ബാലിന്റെ ഡെത്തിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് ആരോ സ്ട്രീറ്റിൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ആരുടെയോ ഫുഡ് സ്റ്റെപ്സിന്റെ എക്കോ പോലെയാണ് ആർക്ക് തോന്നിയത്? ഇക്ബാൽ മരിച്ചപ്പോൾ മാത്യൂസിന് തോന്നിയത്. അപ്പം അത് ഡെത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇച്ചിരി ഫ്രൈറ്റനിങ് ആയിട്ട് തോന്നും അല്ലേ? ഇക്ബാൽ മരിച്ചപ്പോൾ ആരുടെയോ കാലടി ശബ്ദം സ്ട്രീറ്റ്സിൽ കേട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാവും.
ഇക്ബാലിൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അയാളെ പെട്ടെന്നുള്ള വീഴ്ച, മന്ദാകിനിയുടെ വെപ്രാളം, ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ നമ്മുടെ മൈൻഡിലാണെങ്കിലും മാത്യൂസിൻ്റെ മൈൻഡിലാണെങ്കിലും കുറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ കുറച്ചുകൂടി പ്ലോട്ട് എന്ത് ചെയ്യുവാണ്, കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് നമ്മുടെ സ്റ്റോറിയുടെ. അപ്പോൾ സ്റ്റോറിക്ക് എന്താണ് 4 ഡെക്ഡ് സ്ട്രക്ചറാണുള്ളത്, 4 ലേയേഴ്സാണുള്ളത്. 4 ലേയേഴ്സാണുള്ളതെന്ന് മിസ് പറഞ്ഞു. അതിൻ്റെ ബേസിൽ എന്താണ്, ഈ 4 ലേയേഴ്സിനെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയെ, ഈ ഒരു കാർഡ് ഗെയിമിനെ നമുക്ക് പൈതഗോറസ് തിയറമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ സ്റ്റോറി തീരാറാകുമ്പോഴത്തേക്ക് മന്ദാകിനി പറയുവാണ് മാത്യൂസിൻ്റെ അടുത്ത്, ഈ ഒരു ഗെയിം ഇൻവെൻറ്റ് ചെയ്തത് ഏൻഷ്യൻ്റ് ഗ്രീക്ക് അണ്ടർവേൾഡ് ആണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ ഒരു പ്യുവർ ഇമിറ്റേഷൻ മാത്രമാണെന്ന്. 3 പേരെ വെച്ചിട്ട് കളിക്കാവുന്ന ഗെയിം മാത്രമാക്കി നമ്മളത് കളിക്കുവാണ്. റിയൽ ഗെയിമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അണ്ടർവേൾഡ് ഗെയിം അല്ലേ, റിയൽ വേൾഡ് ഗെയിമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാർഡ് ഗെയിം ജയിക്കുന്ന ആൾ ലൂസറിനെ വെടിവെച്ച് കൊല്ലും, അങ്ങനെയാണ് തീരുന്നത്. പിന്നെ പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സ്ട്രക്ചറിന് ഡിഫറെൻറ്റ് മീനിങ്സ് ആണുള്ളത്. ആ ഏറ്റവും താഴത്തെ ബേസ് ലൈൻ ഉണ്ടല്ലോ, അത് ഇൻസ്റ്റിറ്റ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഐഡിയയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. വേർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലോ, അത് ലീഡറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, തലവനെ. സ്ലാൻഡിങ് ലൈൻ ഉണ്ടല്ലോ, ഹൈപ്പോട്ന്യൂസ്, അത് ഒരു ചതിയനെ അല്ലെങ്കിൽ സ്പൈയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ മന്ദാകിനി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് നമ്മുടെ മാത്യൂസിന് ഈ ഒരു കാർഡ് ഗെയിം. സോ പൈതഗോറസ് ഡിക്റ്റം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ കാർഡ് ഗെയിം അനുസരിച്ച്, കാർഡ് ഗെയിമിൻ്റെ റൂൾ അനുസരിച്ച് എന്താണ്, സ്പൈ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓൾവേസ് ഹി സർവൈവ്സ് ദ ഗെയിം. സ്പൈ ആണെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ടി വരും. ലൈക്ക് വൈസ് ഒരാൾ തോക്കുവാണെങ്കിൽ അയാളെ സ്പൈ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അയാളെ വെടിവെച്ച് കൊല്ലും വിന്നർ. സോ ഈ ഒരു റൂളിനനുസരിച്ചാണ് ഇത്രയും നാളും ഇക്ബാൽ സർവൈവ് ചെയ്ത്. പക്ഷേ ഇക്ബാൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. അതിൻ്റെ മീനിങ് എന്താ, ഇക്ബാൽ ചതിച്ചു മന്ദാകിനിയെ, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഈ സെയിം റൂൾ വെച്ചിട്ട് തന്നെ ഇക്ബാൽ ഇപ്പോൾ ഇവിടെ മരിച്ചു വീണിരിക്കുകയാണ്. സോ എന്താണ് റൈറ്റർ എന്താണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ഇക്ബാൽ ചിലപ്പോൾ മന്ദാകിനിയെ ബിട്രൈ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഇയാളൊരു ഇതായിരിക്കും കാരണം ഇക്ബാലിനെ വെടിവെച്ച് കൊന്നതാണെന്നൊന്നും പറയുന്നില്ലെങ്കിലും ഇക്ബാൽ മരിച്ചു വീണതിൻ്റെ കാര്യം ഇതായിരിക്കാം. സോ ഈ ഒരു സ്റ്റോറി വളരെയധികം ഇൻട്രീഗിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ ഇച്ചിരി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നമ്മളെ ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, ഒരു മിസ്റ്റീരിയസ് ആണ്. റൈറ്റർ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇയാൾക്ക് എന്ത് പറ്റി, ഇവിടെ എന്ത് ഗെയിമാണ്, എന്തിനാ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നതെന്നൊന്നും പറയുന്നില്ലെങ്കിലും കുറേ ക്ലൂസ് ഒക്കെ തന്നിട്ട് നമുക്കങ്ങ് പ്ലോട്ട് അങ്ങ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ വായിച്ചുകൊണ്ടിരിക്കും. ആ ഒരു റീഡിങ്ങിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. ഒന്നുമില്ല, ഇവർ 3 പേരും സാധാരണയായിട്ട് മന്ദാകിനിയുടെ വീട്ടിൽ വെച്ച് കാർഡ് ഗെയിം കളിക്കും. കാർഡ് ഗെയിമിൻ്റെ പേര് പൈതഗോറസ് കാർഡ് ഗെയിം എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഗ്രീസിലാണ് ഉത്ഭവപ്പെട്ടത്. അത് അണ്ടർവേൾഡിലുള്ള ആളുകളാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ജയിക്കുന്ന ആൾ തോറ്റ ആളെ വെടിവെച്ച് കൊല്ലും, ഇതാണ് സംഭവം. തോൽക്കുന്ന ആളെ സ്പൈ ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യും, അല്ലെങ്കിൽ ചതിയനായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇക്ബാൽ വരാൻ ലേറ്റായി. കാർഡ് ഗെയിം കളിക്കാൻ വേണ്ടി മറ്റൊരു 2 പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, മന്ദാകിനി മാത്യൂസാണ് നമ്മുടെ നെറേറ്റർ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇക്ബാലിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കേട്ടു. ഇക്ബാൽ കവന്നടിച്ച് അവിടെ വന്ന് വീഡിയോയും ചെയ്തു. മന്ദാകിനി വെപ്രാളപ്പെടുന്ന കണ്ടു, ഫാമിലി ഡോക്ടറിനെ വിളിക്കുന്ന കണ്ടു. മാത്യൂസ് പൾസുണ്ടോ നോക്കിയപ്പോൾ ഇക്ബാൽ മരിച്ചു. അപ്പോൾ ഇക്ബാൽ മരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആരുടെ ഫുഡ് സ്റ്റെപ്സ് വെളിയിൽ കേട്ടതുപോലെ തോന്നിയത് മാത്യൂസിന്. അപ്പോൾ അതൊരു ഇച്ചിരി ഒരു ഫ്രൈറ്റനിങ് എലിമെൻ്റ് ആണ്. അതിനുശേഷം മന്ദാകിനി എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെയാണ് നമ്മുടെ ഈ ഒരു പൈതഗോറസ് കാർഡ് ഗെയിം എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയെ കാണിക്കുന്നു. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു, എന്താണ് ഹൈപ്പോട്ന്യൂസ് കാണിക്കുന്നത് എന്തിനാണ്, സ്പൈ അല്ലെങ്കിൽ ബിട്രയർ. വെർട്ടിക്കൽ ലൈൻ എന്തിനെ കാണിക്കുന്നു, ഇതിൻ്റെ ലീഡർ അല്ലെങ്കിൽ ഫൗണ്ടർ, അതായത് ഈ ഗെയിമിൻ്റെ ലീഡർ അല്ലെങ്കിൽ ഫൗണ്ടർ. അപ്പോൾ പറയുവാണ്, ഇക്ബാലിനെ ഇത്രയും കാലം രക്ഷിച്ചത് എന്താണ്, ഈ ഗെയിം തന്നെയാണ്, ഈ ഗെയിമിലെ റൂൾസ് തന്നെയാണ്. ഈ ഗെയിമിലെ റൂൾസ് എന്താണ്, സ്പൈ ആണെങ്കിൽ അയാളെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ അയാൾ കാർഡ് ഗെയിമിൽ തോക്കുവാണെങ്കിൽ അയാളെ വെടിവെച്ച് കൊല്ലും, വിച്ച് മീൻസ് ദാറ്റ് ഹീസ് എ സ്പൈ. അതേ സംഭവം തന്നെയാണ് ഇവിടെയും ഹാപ്പൻ ചെയ്തതെന്നാണ് മന്ദാകിനി എക്സ്പ്ലെയിൻ ചെയ്തത് മാത്യൂസിൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കാം, മിക്കവാറും ഈ ഇക്ബാൽ ഇവരെ ചതിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മന്ദാകിനിയുടെ അൺനെയിംഡ് ലവർ എന്ന് പറയുന്നത് ആരായിരിക്കാം, ഇക്ബാൽ ആയിരിക്കാം. ആ ഒരു ലവ് അഫെയറിൽ ചിലപ്പോൾ ഇക്ബാൽ ചതിച്ചിട്ടുണ്ടായിരിക്കാം മന്ദാകിനി. അതായിരിക്കാം ഇയാൾ മരിച്ചു വീണത്, അല്ലെങ്കിൽ ഇയാളെ ചിലപ്പോൾ കൊന്നതായിരിക്കാം, അതൊന്നും നമുക്കറിയത്തില്ല. പിന്നെ മാത്യൂസ് ആണ് ലാസ്റ്റ് റീച്ച് ഔട്ട് ചെയ്ത് ഈ വേറെ കുറച്ച് ഇൻഫർമേഷൻ കൂടിയുണ്ട്. ഇക്ബാൽ ഈസ് എ ലവർ ഓഫ് മന്ദാകിനി കേട്ടോ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, മാത്യൂസ് ആ ദിവസം രാത്രിയിൽ കുറച്ച് വൈകിയാണ് വന്നത്, കാരണം അയാൾക്ക് വെഹിക്കിൾ കിട്ടിയില്ല. ഡേവിഡ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഡേവിഡ് എന്ന് പറയുന്നത് ഒരു മൂവി പ്ലോട്ടിലെ ക്യാരക്ടറാണ്. മാത്യൂസ് മന്ദാകിനി എടുത്ത് പറയുവാണ്, ഇക്ബാലിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മന്ദാകിനി ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് മാത്യൂസ് മന്ദാകിനി എടുത്തൊരു മൂവിയുടെ കഥ പറയുന്നു. ആ മൂവിയുടെ കഥ ഇങ്ങനെയാണ്, കുറേ ഫ്രണ്ട്സ് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഒരു പാർട്ടിയിൽ. അയാൾ തന്നെ നടത്തുന്ന പാർട്ടിയാണ്. കുറേ ഫ്രണ്ട്സ് അയാളുടെ പാർട്ടിക്ക്, ഡേവിഡിൻ്റെ പാർട്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുക. അയാളൊരു സിനിമ കണ്ടെന്ന് പറഞ്ഞ് മാത്യൂസ് മന്ദാകിനി എടുത്ത് പറയാം, ഞാൻ ഇന്നാളൊരു സിനിമ കണ്ടു, ഡേവിഡ് എന്നുള്ള ക്യാരക്ടറാണ്. ഡേവിഡിൻ്റെ വീട്ടിലെ ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഡേവിഡിന് വേണ്ടി പാർട്ടിയിൽ. ഡേവിഡ് അവസാനം വരുന്നില്ല. അവസാനം അറിഞ്ഞത് ഡേവിഡിനെ ആരോ കൊന്ന് വെട്ടിയിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മന്ദാകിനിക്ക് വളരെയധികം ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. മന്ദാകിനി ഇക്ബാലിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണല്ലോ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, ഓക്കെ, തേർഡ് പ്ലെയർ എന്ന് പറയുന്നത്
മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുവാണ്. ഇക്ബാൽ എന്നുള്ള ആൾ മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ മന്ദാകിനിയും മാത്യൂസും കൂടി ഇക്ബാലിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മാത്യൂസ് എന്ത് ചെയ്യും, കാർഡ് ഇങ്ങനെ ഇട്ട് ഫ്ലട്ടർ ചെയ്തുകൊണ്ടിരിക്കും. വളരെയധികം കാർഡ് ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. ആ ഷഫിളിംഗ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മന്ദാകിനി ഒരുമാതിരി ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്, ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇക്ബാലിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ആര്? മന്ദാകിനി. അപ്പം ഇക്ബാലിനെ ചിലപ്പോൾ വിഷം കൊടുത്ത് കൊന്നതോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തതോ ആയിരിക്കാം. അപ്പോൾ അതാണ് ഇക്ബാലിനെ കാണുന്നില്ലല്ലോ എന്ന് ആര് പറഞ്ഞുകൊണ്ടിരുന്നത്? മന്ദാകിനി പറഞ്ഞുകൊണ്ടിരുന്നത്. മന്ദാകിനി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഡേവിഡിന്റെ കഥ പറഞ്ഞപ്പോഴും ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോഴും എല്ലാം. ഇപ്പോൾ സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ്? ലവ് ആൻഡ് റിവെഞ്ചിന്റെ, അതായത് ലവിലുള്ള ബിട്രയിലും റിവെഞ്ചുമാണ്. പിന്നെ പൈതഗോറസ് കാർഡ് ഗെയിമിനെ കുറിച്ച് പറയുക, ഇക്ബാലിന്റെ ഡെത്തിനെ കുറിച്ച് നോക്കുക. ആരാണ്, അതായത് ഈ പൈതഗോറസ് കാർഡ് ഗെയിമിൽ വിന്നർ എന്താണ് ചെയ്യുന്നത്? അതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇക്ബാലിന്റെ മർഡർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അത് പറയുക. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ. പൈതഗോറസ് കാർഡ് ഗെയിം എന്താണെന്ന് പഠിച്ചു വെക്കുക.